അമ്മച്ചി ഞാനിന്ന് ആട് 3 കണ്ട്. നീ ആട് 3 അല്ലേ കണ്ടുള്ളൂ? ഞാൻ എത്ര നേരമായി ടി വിയിൽ ആട് കണ്ടോണ്ടിരിക്കുന്നു. ആ ആടല്ല, പിന്നെ ഏതാടാ? നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് ഡയറക്റ്റ് ചെയ്ത ആട് 3. നമ്മുടെ ഷാജി പാപ്പനും ഡൂഡും സർബത്ത് ഷമീറും സാത്താൻ സേവിയറും ക്യാപ്റ്റൻ ക്ലീറ്റസും അറക്കലബൊക്കെ അടിച്ച് തകർത്ത ആട് 1 ആട് 2 ഒക്കെ ഇല്ലേ, അതിന്റെ ബാക്കി. ആ സിനിമയുടെ കാര്യം നീ പറഞ്ഞത്. ആ എങ്ങനെയുണ്ടായിരുന്നു സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ബിഗ് ബഡ്ജറ്റ് ബിഗ് ക്യാൻവാസിലുള്ള ഒരു സിനിമ. എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു പടമാണ്. നമ്മൾ OTT-ലൊക്കെ വരുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത് എന്നാണ് ഞാൻ പറയുള്ളൂ. ഇത് തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ചാണ്, തിയേറ്ററിൽ തന്നെ കാണണം. അത്രയ്ക്ക് ടെക്നിക്കലി വളരെയധികം റിച്ച് ആയിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ ഇതിലെ കോമഡി കോമഡി ഒക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആട് 2-ൽ ഉണ്ടായിരുന്ന ഒരു കോമഡി അത്രയ്ക്കും ഈ ആട് 3-ൽ വർക്കൗട്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇടയ്ക്കിടയ്ക്ക് കോമഡികളൊക്കെ ഉണ്ടായിരുന്നു, ചില കോമഡികളെല്ലാം വർക്കായിട്ടുണ്ട്, എന്നാൽ കുറച്ച് കോമഡികളൊന്നും അങ്ങനെ അത്രയ്ക്കും വർക്കായിട്ടില്ല. അതേസമയം ആട് 2-ൽ നമുക്ക് പൊട്ടിച്ചിരിക്കാൻ തരത്തിലുള്ള ഒരുപാട് കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ മറ്റ് 2 സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ജോണർ ഷിഫ്റ്റിംഗ് ആണ്. അതൊരു കോമഡി ജോണറിലാണെങ്കിൽ ഇതൊരു കോമഡി പ്ലസ് ഒരു ഫാൻറ്റസി ജോണറിലാണ് ഈ പടം വരുന്നത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഒരു പ്രസൻറ്റ് ഇതിൽ നിന്ന് ഒരു പാസ്റ്റിലേക്കുള്ളൊരു സ്വിച്ചിങ് കാര്യങ്ങൾ, അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും തന്നെ കിടു പെർഫോമൻസ് ആയിരുന്നു. നമ്മുടെ ഷാജി പാപ്പനായാലും ഡൂഡായാലും അതുപോലെ ധർമ്മജൻ ചെയ്ത ക്യാപ്റ്റൻ ക്ലീറ്റസ് ആയാലും എല്ലാം നല്ല കിടു പെർഫോമൻസ് ആയിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സും കിടു പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കനേഡിയൻ ആക്ട്രസ്, അവരുടെ പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ക്യാരക്ടേഴ്സിന് കൊടുത്തിരിക്കുന്ന ഇൻട്രോ അതെല്ലാം കിടിലായിരുന്നു. അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് നമ്മുടെ സാത്താൻ സേവിയർ സണ്ണി വെയിന് കൊടുത്തിരിക്കുന്ന ഇൻട്രോ. അത് ഒരു 1.5 ഇൻട്രോ ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ഒരു അടിപൊളി ഇൻട്രോ ആയിരുന്നു. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനും കൊടുത്ത ഇൻട്രോനേക്കാളും ഒരുപടി മുകളിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയെ കുറിച്ച് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായങ്ങൾ. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് ആ ഒരു യൂണിവേഴ്സ് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് വരാൻ ഒരു കുറച്ച് സമയം കൂടുതലായി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയൊരു ഇത് നമുക്ക് തോന്നും. അതിൻ്റെ ഇടയിൽ കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ കോമഡികളൊക്കെ വർക്കാണ്, എന്നാൽ കുറേ കോമഡികളൊന്നും വർക്കായിട്ടില്ല. എന്നാലും നമുക്ക് ആദ്യ അവസാനം വരെ ഒരു ചെറുപുഞ്ചിരിയോടെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു പടം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ 4ാം ഭാഗം വരുന്നുണ്ട്. ഈ 4ാം ഭാഗം മീൻസ് ആട് 3 പാർട്ട് 1, അതിൻ്റെ ഒരു പാർട്ട് 2 വരുന്നുണ്ട്. അങ്ങനെയാണ് പടം നിർത്തിയിരിക്കുന്നത്. പടത്തിൻ്റെ അവസാന ഒരു 10-20 മിനിറ്റ് ഈ പറഞ്ഞ പോലെ ആട് 2-ലൊക്കെ പൊട്ടിച്ചിരിക്കാൻ കഴിയുന്ന കോമഡി പോലെ തന്നെ ഒട്ടിച്ചിരിക്കാവുന്ന തരത്തിലുള്ള പരിപാടികൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് പെട്ടെന്ന് തീർന്ന പോലെ തോന്നി. അത്രയ്ക്കും ഭയങ്കര എൻഗേജ്ഡായിരുന്നു. ഒരു ഫസ്റ്റ് ഹാഫ് കുറച്ച് ഒരു നേർരേഖയിലെ കൂടെയാണ് പോകണമെങ്കിലും സെക്കൻഡ് ഹാഫ് ഒന്ന് അത് അങ്ങോട്ട് കുതിച്ച് പോണ രീതിയിലുള്ളൊരു പരിപാടിയായിരുന്നു. എന്തായാലും ഇതുപോലുള്ളൊരു എന്താ പറയുക, ഒരു പരീക്ഷണം മീൻസ് എൻ്റെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരു ജോണർ ഷിഫ്റ്റിംഗ്, അതൊരു പരീക്ഷണമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതെന്തായാലും വിജയിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ 4ാം ഭാഗം വരട്ടെ, അതിനു വേണ്ടിയെല്ലാം നമ്മളെല്ലാം കാത്തിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് എൻ്റെ പേഴ്സണൽ അഭിപ്രായം.